എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ റെയിൽവേ സീരീസ് നടക്കുവാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഓരോ ടോപ്പിക് വൈസായിട്ട് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് എടുത്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ PYQവിൽ ഉൾപ്പെടുത്തിക്കുന്നത് വെച്ചാൽ ഒരു മാർക്കിന് ചോദിക്കും. നമുക്കറിയാം റീസണിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ടോപ്പിക് ഉണ്ടെങ്കിലും അതിൽ എല്ലാ ടോപ്പിക്കൊന്നും നമുക്ക് വെയിറ്റേജ് കൂടുതൽ ചോദിക്കാറില്ല. ചില ടോപ്പിക്കൾക്ക് വെയിറ്റേജ് കൂടുതൽ ചോദിക്കാറുണ്ട്, ചിലതിന് കുറച്ചേ ചോദിക്കാറുള്ളൂ. എന്നുവെച്ചാൽ ഒരു മാർക്കിനൊക്കെ ചില സമയത്ത് ചോദിച്ച് കാണുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ വരുന്നൊരു ടോപ്പിക്കാണ് വെൻ ഡയഗ്രാം അനാലിസിസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരു മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിലും ചില സാഹചര്യങ്ങളിൽ, അതായത് വളരെ ചുരുക്കം സാഹചര്യങ്ങളിൽ 2-3 മാർക്കിനൊക്കെ ചോദിച്ച് കാണുന്നുമുണ്ട് എക്സാമുകളിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനകത്ത്. അപ്പോൾ നമുക്ക് ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വെൻ ഡയഗ്രാം അനാലിസിസ്, വെൻ ഡയഗ്രാം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലോടി വരുന്ന സിലോജിസം ആണ് അല്ലേ. സിലോജിസം നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം, ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ സിലോജിസത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് വെൻ ഡയഗ്രാം ഉപയോഗിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ്, അതാണ് വെൻ ഡയഗ്രാം അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മെയിനായിട്ട് നമുക്ക് ചോദിക്കാം റിലേഷൻ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒന്ന് റിലേഷൻ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു 3 വേർഡ്സോ 4 വേർഡ്സോ നമുക്ക് തന്നിട്ട് ആ വേർഡുകൾ തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും എന്ന് ചോദിക്കുന്ന, അല്ലെങ്കിൽ ആ റിലേഷൻസ് എക്സ്പ്രസ് ചെയ്യണം, വെൻ ഡയഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള കൺസെപ്റ്റാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ വേർഡ് എന്താണെന്നും അതിൻ്റെ ലിമിറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ആ വെൻ ഡയഗ്രാം നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, അതാണ് വെൻ ഡയഗ്രാം അനാലിസിസിലെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അനാലിസിസ് തന്നെയാണ്. ഓക്കെ, അതായത് ഒരു വെൻ ഡയഗ്രാമിൻ്റെ കോമ്പിനേഷൻ തരും. ഓക്കെ, വെൻ ഡയഗ്രാമിൻ്റെ കോമ്പിനേഷനൊക്കെ തന്നിട്ട് നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അതിനകത്ത് നിന്ന് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ മുൻപ് കാലങ്ങളിൽ സ്കൂളിലോ അല്ലെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഈ ഫിസിക്സ് മാത്രം ജയിച്ചവർ, ഇംഗ്ലീഷ് മാത്രം ജയിച്ചവർ, ഫിസിക്സും ഇംഗ്ലീഷും ജയിച്ചവർ എന്നൊക്കെ പറഞ്ഞ ആ ഒരു വെൻ ഡയഗ്രാം ഒക്കെ വരച്ച് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ആ ഒരു കൺസെപ്റ്റാണ്. അതേ മോഡലിൻ്റെ റീസണിങ്ങിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അവിടെ നമ്പർ വരാം, പെർസെൻറ്റേജ് വരാം, അങ്ങനെ പല രീതിയിൽ കാര്യങ്ങളൊക്കെ വരാം. നമുക്ക് കൂടുതൽ നമ്പേഴ്സോ അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഒക്കെ ആയിരിക്കും വന്നിട്ടായിരിക്കും ആ ഒരു അനാലിസിസിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒരു എന്താ പറയുക, റിലേഷൻ വരുന്ന ഒരു ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അനലൈസ് ചെയ്ത്. ഇത് 2 ടൈപ്പാണ് നമുക്ക് വെൻ ഡയഗ്രാമിൽ ചോദിക്കാം. ഓക്കെ, നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ ജസ്റ്റ് നിങ്ങളൊന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്യുക, ഇതിൻ്റെ ആൻസർ എന്താവും ജസ്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ആൻസർ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ്, അത് അങ്ങനെ തന്നെ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അത് ഇവിടെ വരുന്നു, ചൂസ് ദ മോസ്റ്റ് സൂറ്റബിൾ വെൻ ഡയഗ്രാം ഫോർ ദ ഫോളോവിങ് വേർഡ്സ്. ഓക്കെ, ക്യാമറ, ടേബിൾ, ഫർണിച്ചർ. ഓക്കെ, 3 വേർഡ്സ് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഈ 3 വേർഡുകൾ തമ്മിൽ വെൻ ഡയഗ്രാം വരച്ചാൽ എന്ത് റിലേഷനിലായിരിക്കും വരിക, അവർ ആ വെൻ ഡയഗ്രാംസ് എങ്ങനെ കണ്ടിത്. അതായത് ക്യാമറയ്ക്ക് ഒരു വെൻ ഡയഗ്രാം ഉണ്ട്, അതുപോലെ ടേബിളിന് ഒരു വെൻ ഡയഗ്രാം ഉണ്ട്, ഫർണിച്ചറിന് ഒരു വെൻ ഡയഗ്രാം ഉണ്ട്. ഓക്കെ, ക്യാമറ, ടേബിൾ, ഫർണിച്ചർ, ഈ 3 പേരുടെയും വെൻ ഡയഗ്രാംസ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മുടെ റിലേഷൻ, ഇത് ഞാൻ 3 സെപ്പറേറ്റ് വരച്ചെന്നേ ഉള്ളൂ, റിലേഷൻ സെപ്പറേറ്റ് എന്നല്ല. ഈ 3 വെൻ ഡയഗ്രാംസ് വരച്ച് കഴിയുന്ന സമയത്തേക്കും ആ വെൻ ഡയഗ്രാംസ് നമ്മുടെ റിലേഷൻ ഉണ്ടായിരിക്കും. ആ റിലേഷൻ എന്താണ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ടേബിളും ഫർണിച്ചറും കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലേ, എല്ലാ ടേബിളും എന്താണ്, ഫർണിച്ചറാണ്. അപ്പോൾ ഫർണിച്ചറിനകത്തായിരിക്കും ടേബിൾ വരിക. അപ്പോൾ ഓൾ എന്നൊരു റിലേഷൻ നമുക്ക് എന്തായാലും വരണം. നിങ്ങൾ നോക്കുമ്പോൾ ഓൾ എന്നൊരു റിലേഷൻ വരുന്ന ഒരൊറ്റ വെൻ ഡയഗ്രാം അല്ലെങ്കിൽ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളത്, ഓപ്ഷൻ സിയിലാണ് അല്ലേ. ഓൾ ടേബിൾ ആർ ഫർണിച്ചർ. ക്യാമറ എന്തായാലും നമുക്ക് ഫർണിച്ചറിന് ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ആയിട്ട് ആ വെൻ ഡയഗ്രാം ഇടുന്നു. ഇതാണ് വെൻ ഡയഗ്രാം അനാലിസിസിലെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വേർഡുകൾ നമ്മുടെ റിലേഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. അത് ഓൾ ആയിരിക്കുമോ, സം ആയിരിക്കുമോ, വരെ നോ റിലേഷൻ ആയിരിക്കുമോ, ആ റിലേഷൻ കൃത്യമായിട്ട് നമുക്ക് വേർഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ഓക്കെ, അവിടെ അങ്ങനെ വേറെ പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളൊന്നും അല്ല, ആ ഒരു കൺസെപ്റ്റ് അല്ല, ജസ്റ്റ് വേർഡ്. ഇത് പ്രോപ്പറായിട്ടുള്ള നമ്മുടെ വേർഡ്സ്, നമുക്ക് ചുറ്റുമുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ പറഞ്ഞിട്ടുണ്ടാവാം, അത് വെച്ചുള്ള റിലേഷനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എടുത്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുക, ബസ്, എൻജിൻ, പിസ്റ്റൺ. ഓക്കെ, ബസ്, എൻജിൻ, പിസ്റ്റൺ എങ്ങനെ ഇവർ റിലേറ്റഡ് ആയി വരുന്നു എന്നുള്ളതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ എൻജിനകത്തൊരു പാർട്ടായിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. ബസ്സിനകത്താണ് എന്ത് ചെയ്യുന്നത്, എൻജിൻ വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന റിലേഷനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക. ഇവർ 3 ഓൾ എന്ന റിലേഷനാണ്. ഓൾ പിസ്റ്റൻസ് ആർ എൻജിൻ, അല്ലെങ്കിൽ പിസ്റ്റൺ എന്ന് പറയുന്നത് എൻജിനകത്ത് വരുന്നു. അപ്പം പിസ്റ്റണും എൻജിൻ തമ്മിലൊരു ഓൾഡ് വെൻ ഡയഗ്രാം. എൻജിൻ എവിടെ വരുന്നു, ബസ്സിനകത്ത് വരുന്നു എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ഓൾ എൻജിൻ ആർ ബസ് എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു റിലേഷൻ കണക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആൻസർ ഇവിടെ എന്തായിരിക്കും, ഓപ്ഷൻ ഡി ആയിരിക്കും, പിസ്റ്റൺ, എൻജിൻ, ബസ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഈ ഒരു രീതിയിൽ റിലേഷൻ ആയിരിക്കും അവിടെ വരിക. എനിക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഇതിനകത്ത് വരാറില്ല. ഓക്കെ, ഇവിടെ നമുക്ക് അടുത്ത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ആറ്റം. ഇലക്ട്രോൺ,
പ്രോട്ടോൺ, ആറ്റം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആറ്റത്തിനകത്താണ് ആര് വരുന്നത്? ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ വരുന്നത് അല്ലേ? നമുക്ക് എന്ത് പറയാം? ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും വെണ്ടായരം എടുത്താൽ ആറ്റത്തിനകത്തുള്ള ഒരു ആറ്റത്തിനകത്ത് എന്നുള്ള ഡീലായിരിക്കും വരിക. അപ്പോൾ വരുന്ന ഇതായിരിക്കും ഇലക്ട്രോണും പ്രോട്ടോണും, ഇങ്ങനെ ആയിരിക്കും വരിക. ആറ്റം, അതിനകത്ത് ഇലക്ട്രോൺ പ്രോട്ടോൺ, ഈ ഒരു രീതിയിലായിരിക്കും വരിക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. മെൻ, ഫാദേഴ്സ്, ഡോക്ടേഴ്സ്. മെൻ, ഫാദേഴ്സ്, ഡോക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റിനെ കാണുമ്പോഴാണ് നമുക്ക് എന്തോ ഒരു ഡൗട്ട് വരാൻ ചാൻസ് കൂടുതൽ. പലരും സം റിലേഷനും ഓൾ റിലേഷനും അകത്ത് വരുമോ പുറത്ത് വരുമോ ഒക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലൊക്കെ വെൻ ഡയഗ്രാംസ് കിടക്കും. എല്ലാം ഏകദേശമൊക്കെ നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കാൻ രീതിയിലുള്ള അല്ലെങ്കിൽ ഏകദേശമൊക്കെ ഒരുപോലെ ഇരിക്കുന്ന വെൻ ഡയഗ്രാംസ് ഒക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു റിലേഷൻ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആക്ച്വലി മെന്നും ഫാദറും നമ്മുടെ റിലേഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അവിടെ തന്നെ നമുക്ക് എന്താണ് ഒരു ഓൾ എന്ന റിലേഷൻ കിട്ടുന്നുണ്ട് അല്ലേ? ഓൾ ഫാദേഴ്സ് ആർ മെൻ. എല്ലാ ഫാദറും എന്താണ്? മെൻ ആണ്. അവിടെ ഒരു ഓൾ റിലേഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓൾ വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഡി വരില്ല. നമുക്ക് പലപ്പോഴും ചോദിക്കും മെന്ന് ഫാദേഴ്സ് ആകുന്നു, ഫാദേഴ്സ് ഡോക്ടേഴ്സ് ആകാം, മെന്ന് ഡോക്ടേഴ്സ് ആകാം, മെന്നും ഫാദറും ആയിട്ടുള്ള ഡോക്ടർ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സം റിലേഷൻ നമുക്ക് തോന്നും. പക്ഷേ മെന്നും ഫാദർ തമ്മിൽ ഓൾ എന്ന റിലേഷൻ എന്തായാലും വരും. ഓൾ ഫാദേഴ്സ് ആർ മെൻ എന്തായാലും വരും. അപ്പോൾ നമുക്കിത് വരില്ല. ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. പലപ്പോഴും ഈ ഒരു വേർഡ്സ് കാണുമ്പോൾ ഇതാണ് നമ്മൾ ചൂസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും അത് വരില്ല. പിന്നെ വരുന്നത് ഓൾ മെൻ ആർ ഫാദേഴ്സ് ആയിട്ട് ഡോക്ടേഴ്സുമായിട്ടുള്ള റിലേഷൻ നമുക്ക് എങ്ങനെയാണ് വരാം? ഓക്കെ, അപ്പം ഡോക്ടേഴ്സുമായിട്ടുള്ള റിലേഷൻ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ വരയ്ക്കുകയെന്ന് വേണ്ട. നമ്മൾ വെൻ ഡയഗ്രാം നമുക്ക് ഈ റിലേഷൻ നമ്മൾ വരച്ച് നോക്കിയെന്ന് വേണ്ട. റിലേഷൻ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓപ്ഷനിൽ നിന്ന് ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ മെന്നും ഫാദേഴ്സും ഡോക്ടേഴ്സ്. ഓക്കെ, ഡോക്ടേഴ്സിന് ഒരു വെൻ ഡയഗ്രാം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്ത് മെന്ന് വരാം, അതിനകത്ത് ഫാദേഴ്സ് വരാം അല്ലേ? അതുപോലെ തന്നെ അതിനകത്ത് വുമൻസ് വരാം, വേറെ ആൾക്കാർ വരാം അല്ലേ? അപ്പോൾ ഒരിക്കലും നമുക്ക് ഓള് വരച്ചിട്ട് ഡോക്ടേഴ്സിന് ഇതിനകത്തേക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാ ഡോക്ടേഴ്സും മെൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല. അതാണ്ടോ ഇങ്ങനെയൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ ഓളെന്ന രീതിയിൽ ഡോക്ടറും അതിനകത്ത് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ മെന്നും ഫാദറും എല്ലാം ഡോക്ടർ ആവുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. എല്ലാ മെന്നും ഫാദറും ഡോക്ടർ ആണെന്ന് പറയാൻ പറ്റും ഇല്ല, അവിടെയും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വരുന്നത് ഒരു സം റിലേഷൻ ഉണ്ടാവണം. അപ്പോൾ ഓൾ ഫാദർ ആർ മെന്നും വരണം. അതുപോലെ ഡോക്ടേഴ്സ് വരുന്ന സമയത്ത് ഫാദറുമായിട്ടും മെന്നുമായിട്ടും സം റിലേഷൻ വരുന്ന രീതിയിൽ സം റിലേഷൻ മാറി വരണം. കാരണം മെന്നും ഫാദേഴ്സും അല്ലാത്ത ഡോക്ടേഴ്സും ഉണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു കൺസിഡറേഷൻ്റെ രീതിയിലാണ് നമ്മൾ എന്ത് ആൻസറിലേക്ക് വരുന്നത്. അങ്ങനെയാണ് അവിടെ പോകുന്നത്. ഓക്കെ, റിലേഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്ന കാര്യം. ആ റിലേഷൻ മനസ്സിലാക്കി എന്ത് ചെയ്യുക, അവിടെ നിന്ന് വെൻ ഡയഗ്രാമിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു അത്യാവശ്യം എളുപ്പമുള്ള ടൈപ്പാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും 3-4 വെൻ ഡയഗ്രാംസ് ഒക്കെ ഉണ്ട്. അതിനകത്ത് കുറേ ലെറ്റേഴ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓപ്ഷനകത്ത് കുറേ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിങ്ങനെയാണ്, ഇൻ ദ ഗിവൺ ഫിഗർ ദ സർക്കിൾ ഡിനോട്ട്സ് റൈറ്റേഴ്സ്. ഓക്കെ, സർക്കിൾ ഡിനോട്ട് ചെയ്യുന്ന റൈറ്റേഴ്സിനെയാണ്. ഓക്കെ, സർക്കിൾ ഡിനോട്ട് ചെയ്യുന്ന റൈറ്റേഴ്സിനെയാണ്. The triangle represents engineers. Okay, triangle represent ചെയ്യുന്നത് എഞ്ചിനീയേഴ്സിനെയാണ്. And the square represent the dancers. Okay, square represent ചെയ്യുന്നത് dancers ആണ്. Okay, അപ്പോൾ ഇവർ നമ്മളെ റിലേഷൻ, ഓക്കെ, ഈ പറയുന്ന ആൾക്കാർ നമ്മളെ റിലേഷൻ കിടക്കുന്ന കണക്ട് ചെയ്ത് കിടന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു വെൻ ഡയഗ്രാം വരച്ചത്. ഇത് നമ്മൾ പ്രോപ്പർ റിലേഷൻ ആയിട്ട് നടക്കേണ്ട, നമ്മൾ ഇത് വെച്ചിട്ട് അവർ വരച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു സർക്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ റൈറ്റേഴ്സ് ആണ് സർക്കിളിനെ മീൻ ചെയ്യുന്നത്. സർക്കിൾ എന്ന് വെൻ ഡയഗ്രാം റൈറ്റേഴ്സിനെ മീൻ ചെയ്യുന്നത്. അപ്പം ഈ സർക്കിളിനകത്ത് വരുന്ന ആൾക്കാരെല്ലാം എന്തായിരിക്കും, റൈറ്റേഴ്സ് ആയിരിക്കും അല്ലെ. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയേഴ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ആൾക്കാരെല്ലാം എന്തായിരിക്കും, എഞ്ചിനീയേഴ്സ് ആയിരിക്കും. സ്ക്വയർ എടുക്കുകയാണ്, സ്ക്വയറിനകത്ത് വരുന്ന ആൾക്കാരെല്ലാം എന്തായിരിക്കും, ഡാൻസ്. ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Which field represents writers and dancers but not engineers? Okay, റൈറ്ററും ഡാൻസറും ആകണം, പക്ഷെ എന്താകാൻ പാടില്ല, എഞ്ചിനീയർ ആകാൻ പാടില്ല എന്നാണ് ചോദിക്കുന്നത്. നോക്കാം, റൈറ്റേഴ്സും ഡാൻസേഴ്സ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. റൈറ്റേഴ്സും ഡാൻസേഴ്സും. അപ്പോൾ റൈറ്ററിന്റെ വെൻ ഡയഗ്രാം ഡാൻസിന്റെ വെൻ ഡയഗ്രാം നോക്കുക. സർക്കിൾ ആണ് റൈറ്ററിന്റെ വെൻ ഡയഗ്രാം, ഡാൻസിന്റെ വെൻ ഡയഗ്രാം വെച്ചാൽ സ്ക്വയർ ആണ്. അപ്പോൾ ഈ രണ്ട് വെൻ ഡയഗ്രാം ചേർന്ന് പറഞ്ഞാൽ റൈറ്റേഴ്സും ഡാൻസേഴ്സും ആണ് വരുന്നത്. അപ്പോൾ റൈറ്റേഴ്സും ഡാൻസേഴ്സും ചേർന്ന് വരുന്ന ഏരിയ, ആക്ച്വലി ആ രണ്ട് വെൻ ഡയഗ്രാംസ് ചേർന്ന് വരുന്ന ഏരിയ ഇത്രയാണ് കണ്ടോ. ആ സർക്കിളും സ്ക്വയറും കൂടെ ചേർന്ന് വരുന്ന ഒരു ഏരിയ ഇത്രയും മാത്രമാണ്. ഓക്കെ, അത്രയാണ് റൈറ്റേഴ്സും ഡാൻസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ. പക്ഷെ ബട്ട് നോട്ട് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നുണ്ട്. എഞ്ചിനീയർ ആകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഞ്ചിനീയർ ആകാൻ പാടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ട്രയാങ്കിളിൽ വരുന്ന ഏരിയ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ഈ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പിന്നെ ഒഴിവാക്കേണ്ടി വരും. കണ്ടോ, ഇത് ഒഴിവാക്കേണ്ടി വരും. ബാക്കി ഏത് മാത്രമേ ഉള്ളൂ,
ഡി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ അവിടെ എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. നമ്മുടെ ആൻസർ ഡി ആയിരിക്കും. അപ്പോൾ ആ ഒരു ഏരിയ കൃത്യമായിട്ടുള്ള ഫീൽഡ് റെപ്രസെന്റ് ചെയ്യുന്ന ഏതിനാണെന്ന്, ആ ഒരു റിലേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഏത് ഫീൽഡിലാണെന്നാണ് ചോദിക്കുന്നത്. റൈറ്റേഴ്സും ഡാൻസേഴ്സും ആണ്, പക്ഷേ എഞ്ചിനീയേഴ്സ് ആകാൻ പാടില്ല. ചിലപ്പോൾ ഇവരിങ്ങനെ ചോദിക്കും വിച്ച് ഫീൽഡ് റെപ്രസെന്റ്സ് അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ലെറ്റേഴ്സ് ആർ റെപ്രസെന്റ്സ് എഞ്ചിനീയേഴ്സ് ആൻഡ് ഡാൻസേഴ്സ് എന്ന് ചോദിക്കും. വിച്ച് ഓഫ് ദി ഫോളോവിങ് റെപ്രസെന്റ് അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫീൽഡ് റെപ്രസെന്റ്, വിച്ച് ഓഫ് ദി ലെറ്റേഴ്സ് റെപ്രസെന്റ്സ് എഞ്ചിനീയേഴ്സ് ആൻഡ് ഡാൻസേഴ്സ്. അപ്പൊ എഞ്ചിനീയേഴ്സ് ആൻഡ് ഡാൻസേഴ്സ് എന്ന് മാത്രം പറയുകയാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. എഞ്ചിനീയേഴ്സ് ആൻഡ് ഡാൻസേഴ്സ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ എഞ്ചിനീയേഴ്സും ഡാൻസേഴ്സും വരുന്ന ഏരിയ നമ്മൾ നോക്കുക. ഓക്കെ, എഞ്ചിനീയേഴ്സും ഡാൻസേഴ്സും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രയാങ്കിൾ ആണ് എഞ്ചിനീയേഴ്സ്, ഡാൻസേഴ്സ് സ്ക്വയർ. അപ്പോൾ ആ ഒരു ഏരിയ വരുന്നത് ഇത്രയാണ്. ഇതിനകത്ത് വരുന്ന ആൾക്കാരെല്ലാം എന്തായിരിക്കും? എഞ്ചിനീയേഴ്സും ഡാൻസേഴ്സ് ആയിരിക്കും. ബട്ട് നോട്ട് റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിതാ സീനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഏരിയ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ ആൻസർ നമുക്കറിയാം ഡി ആണ്. കാരണം റൈറ്റേഴ്സും ഡാൻസേഴ്സും ആകണം, പക്ഷേ എഞ്ചിനീയേഴ്സ് ആകാൻ പാടില്ല. ഡി മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒന്ന് ചെയ്ത് നോക്കിയേ. ഇവിടെ ഏതൊക്കെ ഡയഗ്രാം ഏതിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യം നോക്കുക. In the given figure, the circle represents the graduates. Okay, circle represent ചെയ്യുന്നത് ഗ്രാജുവേറ്റ്സിനെയാണ്. The triangle represents workers. Okay, triangle represent ചെയ്യുന്നത് വർക്കേഴ്സിനെയാണ്. And the square represents the post graduate. Okay, post graduatesനെയാണ് square represent ചെയ്യുന്നത്. In which field represent the graduates and the post graduates but not the workers? ഗ്രാജുവേറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റുമായിട്ടുള്ള ആൾക്കാർ എത്ര പേരാണ്? ബട്ട് നോട്ട് വർക്കേഴ്സ്. അവർ പക്ഷേ വർക്കേഴ്സ് ആവാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ നോക്കാം, ഗ്രാജുവേറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റുമായിട്ടുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? സർക്കിളും നമ്മുടെ സ്ക്വയറും ചേർന്ന് വരുന്ന ഏരിയ. അപ്പോൾ സർക്കിളും സ്ക്വയറും ചേർന്ന് ഏരിയ നിങ്ങൾ നോക്കുന്നത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. സർക്കിളും സ്ക്വയറും ചേർന്ന് വരുന്ന ഏരിയ ഇതാണ് അല്ലേ. എന്താകാൻ പാടില്ല? വർക്കേഴ്സ് ആകാൻ പാടില്ല. അപ്പോൾ ട്രയാങ്കിളിനകത്ത് വരാൻ പാടില്ല. അത് മുകളിലോട്ട് വരത്തില്ല. അതാ ഏത് മാത്രമേ വരത്തുള്ളൂ? എഫ് മാത്രമേ വരത്തുള്ളൂ. നമ്മുടെ ആൻസർ അവിടെ എന്തായിരിക്കും? എഫ് ആയിരിക്കും. ജസ്റ്റ് അനാലിസിസ് ചെയ്യുക. അതായത് ആ പറയുന്ന ആ ഒരു ഏരിയ എവിടെ വരുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ കണ്ട ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലെറ്റേഴ്സ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ നമുക്ക് നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. കുറച്ച് നമ്പേഴ്സ് തന്നിരിക്കുക. അപ്പം ഇവിടെ നമുക്ക് കാൽക്കുലേഷൻ പാർട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്പേഴ്സ് നമുക്ക് തരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം എന്താ റെപ്രസെന്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് സ്റ്റഡി ദിസ് ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ദ ട്രയാങ്കിൾ, റെക്ടാങ്കിൾ ആൻഡ് സർക്കിൾ റെസ്പെക്റ്റീവ്ലി റെപ്രസെന്റ്സ് ദ പീപ്പിൾ ഹു ഡ്രിങ്ക് കോഫി, ടീ ആൻഡ് വൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ റെപ്രസെന്റ് ചെയ്യുന്നത് കോഫിയാണ് കേട്ടോ. കാരണം ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, സർക്കിൾ ആ ഒരു ഓർഡറിലാണ് അവർ പറയുന്നത്. അപ്പം റെസ്പെക്റ്റീവ്ലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ ഓർഡറിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഓർഡർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യത്തെ ആൾ കോഫിയാണ്. അപ്പോൾ ട്രയാങ്കിൾ ഉള്ളത് കോഫിയാണ്, റെക്ടാങ്കിൾ ഉള്ളത് ടീ ആണ്. ഓക്കെ, അതുപോലെ ലാസ്റ്റ് വൺ സർക്കിൾ ആണ്. സർക്കിളിലുള്ളത് വൈനാണ്. ഓക്കെ, ഇങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ഹൗ മെനി പീപ്പിൾ ഡ്രിങ്ക് ബോത്ത് കോഫി ആൻഡ് വൈൻ ബട്ട് ഡോണ്ട് ഡ്രിങ്ക് ടീ? ഓക്കെ, കോഫിയും വൈനും കഴിക്കണം. ഓക്കെ, കോഫിയും വൈനും കുടിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ കോഫിയും വൈനും ആവുന്ന സമയം നിങ്ങൾ നോക്കുമ്പം കോഫിയുടെ ട്രയാങ്കിൾ ഏരിയ ആണ് അല്ല, വൈൻ എന്ന് പറയുന്നത് സർക്കിൾ വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ കോഫിയും വൈനും ഇഷ്ടപ്പെടുക വെച്ചാൽ ദാ ഇത്രയും ഏരിയ വരും. കോഫിയും വൈനും ഇത്രയും വരും കണ്ടോ. കാരണം സർക്കിളാണ് വൈന്, കോഫി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ രണ്ടുകൂടെ ചേർന്ന് വരുന്ന ഏരിയ ഇത്രയും ഉണ്ട് അല്ല. എൻ്റെ എന്ത് പറ്റില്ല എന്ന് പറഞ്ഞത്? ബട്ട് നോട്ട് ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞു. ടീ കുടിക്കാൻ പാടില്ല. അപ്പോൾ ടീ എന്ന് നമുക്കറിയാം ഈ ഒരു റെക്ടാങ്കിൾ പോർഷൻ. അപ്പം ഈ ഒരു പോർഷൻ വരുന്ന ആൾ നമുക്ക് ഇതിനകത്ത് വരില്ല. നമ്മുടെ ആൻസർ ഏതായിരിക്കും? 10 ആയിരിക്കും. ഓക്കെ, നമ്മുടെ ആൻസർ 10 ആയിരിക്കും. അതൊരു ഫീൽഡ് എന്നുള്ള രീതിയിൽ തന്നെ വരാം അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാമേ. അപ്പം നമുക്ക് നോക്കിയോ, ഇപ്പം വേണമെങ്കിൽ അവരിങ്ങനെ ചോദിക്കും. ഇപ്പം ഹൗ മെനി പീപ്പിൾ ഡ്രിങ്ക് ബോത്ത് കോഫി ആൻഡ് വൈൻ എന്ന് മാത്രം ചോദിച്ചു നോക്കാം. കോഫി ആൻഡ് വൈൻ എന്ന് മാത്രം, ബട്ട് ഡോണ്ട് ടീ എന്നില്ലായിരുന്നു വെക്കുക. ഓക്കെ, അങ്ങനെ ആയിരുന്നെങ്കിൽ കോഫി ആൻഡ് വൈൻ എന്ന് മാത്രമാണ് ചോദിച്ചത്, നമ്മൾ എന്തെടുക്കുന്നു? ഇത്രയും എടുക്കുമായിരുന്നു. അപ്പോൾ ഇത്രയും എടുക്കുന്ന സമയം നമ്മൾ എന്താണ് 25ഉം 10 കൂട്ടിയിട്ട് 35 എന്ന് പറഞ്ഞാൽ. ഇപ്പം ഹൗ മെനി പീപ്പിൾ അല്ലെങ്കിൽ ഹൗ മെനി പീപ്പിൾ ഡ്രിങ്ക്സ് ഓൺലി ടീ എന്ന് പറയാണ്. ടീ മാത്രം കുടിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ ടീ മാത്രം കുടിക്കുമ്പോൾ ടീയുടെ ആ ഒരു ഏരിയയിൽ മാത്രം വരണം. ഓക്കെ, അപ്പോൾ ടീയുടെ മാത്രം വരുന്ന ഏരിയ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ റെക്ടാങ്കിൾ ഇത്രയും പോർഷൻ, ഇതിൻ്റെ ഇത്രയും പോർഷൻ 30, 20, 50. ഹൗ മെനി പീപ്പിൾസ് ഡ്രിങ്ക് ടീ എന്ന് മാത്രം പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ കൂട്ടണം. 30, 40, 25, 19, 20 എല്ലാം കൂടെ കൂട്ടണം.
ടീ ഇഷ്ടപ്പെടുന്നവരും ചോദിച്ചാൽ ഇതെല്ലാം ടീ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ കുടിക്കുന്നവർ വെച്ചാൽ ഇതെല്ലാം കുടിക്കുന്നത്. ടീ മാത്രം കുടിക്കരുതെന്ന് പറയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പോർഷനും മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നത് കൂട്ടിയിടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് കൂട്ടിയൊക്കെ എടുക്കേണ്ടി വരും ചില സമയത്ത്. ഡയറക്റ്റ് ഒരു വാല്യൂ മാത്രം തന്നെ പറഞ്ഞു നിർബന്ധമില്ല, ചിലപ്പോൾ കൂട്ടിയൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൂടെ ഒന്ന് എന്ത് ചെയ്യാവുന്ന ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ ആപ്പിനകത്ത് കോഴ്സസ് അവൈലബിൾ ആണ്. ഇനിയും ഒട്ടും താമസിക്കരുത്. ഇപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഉള്ള ടൈമിൽ നല്ലപോലെ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓൾറെഡി കോഴ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈവാണ്. നമ്മുടെ ആപ്പിനകത്ത് തന്നെ ഫ്രീ ഡെമോ ക്ലാസ്സസ്, ഫ്രീ ലൈവ് ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടു നോക്കാം, ബാക്കിയുള്ള ക്ലാസ്സുകൾ കണ്ടു നോക്കാം. ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിന് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ലൈവ് ഓൾറെഡി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് അറിയാം, അവിടെ നമുക്ക് ക്ലാസ് പോകുന്നുണ്ട്, ലൈവായിട്ട് ക്ലാസ് പോകുന്നുണ്ട്. ലൈവായിട്ട് ക്ലാസ് പോകുന്നതിന് അഡ്വാൻറ്റേജ് എല്ലാവർക്കും അറിയാം കൃത്യമായിട്ട്. അപ്പോൾ ഇപ്പം തന്നെ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളത് പറഞ്ഞ് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തിട്ട് പിന്നെ വീണ്ടും വന്ന് ചെയ്യാമെന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അവിടെ വരുന്ന സമയത്ത് ലൈവായിട്ട് ഞാൻ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ആൻസർ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് അപ്പം തന്നെ നമുക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധിക്കും. ഇപ്പോൾ മാക്സിമം നിങ്ങൾ അതൊക്കെ പഠിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ, ഫ്രീ ലൈവ് ക്ലാസ്സസ് ഉണ്ട്, ഫ്രീ ഡെമോ ക്ലാസ്സസ് കിടപ്പുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ക്ലാസ്സസ് കോഴ്സസ് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കറൻ്റ്ലി റണ്ണിങ് ആണ് NTPC കോഴ്സസ് ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ആപ്പിനകത്ത് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് മെറ്റീരിയൽസും കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മെൻ്റൽ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ വീണ്ടും പറയുന്നതിന് കാരണം, ആരെങ്കിലും പുതുതായി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും മിസ്സാവുന്നുണ്ടെങ്കിൽ, ഓക്കെ, അവരെ വീണ്ടും കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ 3 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ചില സമയത്ത്, ഓക്കെ, ഞാനിതിപ്പോൾ ക്വസ്റ്റ്യൻ വെച്ച് ക്ലിയർ ആക്കാൻ വേണ്ടിയും ഡേറ്റ ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് 3 ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. ചില സമയത്ത് നമുക്ക് എക്സാമിന് പോകുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ വരാമെന്ന് പറഞ്ഞത് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വേണമെങ്കിൽ 2 ക്വസ്റ്റ്യനോ 3 ക്വസ്റ്റ്യനോ ആയിട്ട് എക്സാമിന് ചോദിക്കാം, NTPC എക്സാമിന് നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ആക്ച്വലി ഫിഗറിനകത്ത് തന്നെ പറയുന്നുണ്ട്. ട്രയാങ്കിൾ എന്ന് പറയുന്നത് റീഡിംഗ് ആണ്, സർക്കിൾ എന്ന് പറഞ്ഞാൽ സൈക്ലിംഗ് ആണ്, സ്ക്വയർ എന്ന് പറഞ്ഞാൽ ട്രാക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. ഫിഗർ ഗിവൺ ബിലോ ആൻസർ ദ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൗ മെനി പീപ്പിൾ ലൈക്ക് ടു റീഡ് എന്നാണ് ചോദിക്കുന്നത്. ഹൗ മെനി പീപ്പിൾ ലൈക്ക് ടു റീഡ്. അതിന് തൊട്ടടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ, ഹൗ മെനി പീപ്പിൾ ലൈക്ക് ഓൺലി റീഡിംഗ് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ, ഞാൻ ആ ഓൺലിയുടെ കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ആ 2 ക്വസ്റ്റ്യൻ അതുപോലെ ഇട്ടത്. ആദ്യത്തതും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെയിം ആണ്, പക്ഷേ ഒരൊറ്റ വ്യത്യാസം ഇവിടെ ഓൺലി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഓൺലി ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഹൗ മെനി പീപ്പിൾ ലൈക്ക് ടു റീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റീഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എവിടെയാണ് വരുന്നത്, നമ്മുടെ ട്രയാങ്കിളിനകത്താണ് വരുന്നത്. ട്രയാങ്കിളിനകത്ത് വരുന്ന ആൾക്കാരെല്ലാം എന്തായിരിക്കും, റീഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൂട്ടണം. ഇപ്പോൾ 28, 38, 40, 84, 86, 96, 100, 140, 170 പേര് വരും അല്ലേ. നോക്കുക, 28, 38, 40, 84, 94, 96, 4 പേര് 100, 130, 170 പേര്. ടോട്ടൽ 170 ആൾക്കാർ എന്താണ്, ഈ പറയുന്ന റീഡിങ് ഹാബിറ്റ് ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ റീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ലൈക്ക് ടു റീഡ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതേസമയം ഹൗ മെനി പീപ്പിൾസ് ഓൺലി റീഡിങ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളിന് അകത്തിരുന്ന ആൾക്കാരെല്ലാം റീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ഓൺലി റീഡിംഗ് എന്ന് വെച്ചാൽ റീഡിങ് മാത്രം ഹാബിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കി നമ്മൾ ഇത് എടുക്കുകയാണെങ്കിൽ ഈ സർക്കിളിനകത്ത് വരുന്ന ആൾക്കാരെല്ലാം എന്തായിരിക്കും, സൈക്ലിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. ഈ സ്ക്വയറിനകത്ത് വരുന്ന ആൾക്കാരൊക്കെ എന്തായിരിക്കും, ട്രാക്കിംഗ് കൂടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതിനകത്ത് റീഡിംഗ് മാത്രം ഹാബിറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ റീഡിംഗ് മാത്രം ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ബാക്കി പോർഷനിൽ വരുന്ന ഏരിയ ഇത്രയും, ഈ ഒരു പോർഷൻ, ഇവിടെ വരുന്നൊരു പോർഷൻ, ഇവിടെ വരുന്ന പോർഷൻ, ആ ട്രയാങ്കിളിനകത്ത് മാത്രം, വേറെ ഒരു വെൻഡാഗ്രമായിട്ട് ജോയിൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ 44, 84, 87, 89, 99, 99 ആൾക്കാർ അല്ലേ, 99 ആൾക്കാർ എന്താണ്, ഓൺലി റീഡിംഗ് ആണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ വ്യത്യാസം. ഹൗ മെനി പീപ്പിൾസ് ലൈക്ക് ടു റീഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വെൻഡാഗ്രാം വരുന്ന എല്ലാ ആൾക്കാരും റീഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഹൗ മെനി പേഴ്സൺസ് ലൈക്സ് ഓൺലി റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, ആ ഒരു വെൻഡാഗ്രാമിനകത്ത് മാത്രം, ബാക്കി വെൻഡാഗ്രാമായിട്ട് ചേരാത്ത
ഏരിയ മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് 99 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ആ ഓൺലി എന്നൊരു കണ്ടീഷൻ മനസ്സിലാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്നത് ഹൗ മെനി പീപ്പിൾസ് ലൈക്ക് ഓൺലി സൈക്ലിംഗ് ആൻഡ് ട്രാക്കിംഗ്. ഇവിടെ ശ്രദ്ധിക്കാം, ഓൺലി ഞാൻ വീണ്ടും ചേർത്തിട്ടുണ്ട്, ഓൺലി സൈക്ലിംഗ് ആൻഡ് ട്രാക്കിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഓൺലി സൈക്ലിംഗ് ആൻഡ് ട്രാക്കിംഗ്. ഓക്കെ, ഇത് 170-99 ആയിരുന്നു, അവിടെ ഇരുന്നോട്ടെ. ഓൺലി സൈക്ലിംഗ് ആൻഡ് ട്രാക്കിംഗ്. അപ്പോൾ നിങ്ങൾ നോക്കാം, സൈക്ലിങ്ങും ട്രാക്കിങ്ങും മാത്രം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സൈക്ലിംഗ് ട്രാക്കിംഗ് ഞാൻ നോക്കുകയാണെങ്കിൽ സൈക്ലിങ്ങിൻ്റെ വെൻ ഡയഗ്രം ഇതാണ്, ട്രാക്കിങ്ങിൻ്റെ വെൻ ഡയഗ്രം ഇതാണ്. നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതാ സൈക്കിളിൻ്റെ വെൻ ഡയഗ്രം, ട്രാക്കിങ്ങിൻ്റെ വെൻ ഡയഗ്രം, സൈക്കിൾ ഇത് രണ്ടും ചേർന്ന ഒരു ഏരിയ നോക്കിയത് ഇത് മാത്രമേ ഉള്ളൂ അല്ലേ. ഇത് മാത്രമാണ് സൈക്ലിങ്ങും ട്രാക്കിങ്ങും ചേരുന്ന ഒരു ഏരിയ. ഇവിടെ ഓൺലി സൈക്ലിംഗ് ആൻഡ് ട്രാക്കിംഗ് എന്നാണ് പറയുന്നത്. സൈക്ലിങ്ങും ട്രാക്കിങ്ങും ചേരുന്ന ഏരിയ എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ അതിനകത്ത് 12 ആൾക്കാർ എന്താണ് സൈക്ലിംഗ് ട്രാക്കിങ്ങിലും ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഓൺലി ആണ്, ഓൺലി വരുന്ന സമയം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് സൈക്ലിംഗും ട്രാക്കിങ്ങും മാത്രമേ വരാവൂ, റീഡിങ് വരാൻ പാടില്ല. പക്ഷേ ഈ 12 എവിടെ കിടക്കുന്ന ആളാണ്? ഈ ഒരു ട്രയാങ്കിളിനകത്ത് കിടക്കുന്ന ആളാണ് ഈ 12 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ്, റീഡിങ്ങിനോട് ഇഷ്ടപ്പെടുന്ന ആളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ ഒരു കേസിൽ വരുന്ന ആരും എന്തില്ല അവിടെ ഇല്ല. നമ്മുടെ ആൻസർ അവിടെ എന്തായിരിക്കും? നൺ എന്നായിരിക്കും. കണ്ടോ, അപ്പോൾ ആ ഒരു വരുന്ന കണ്ടീഷനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അവർ പറയുന്ന കണ്ടീഷൻ വരുന്ന ഏരിയ മനസ്സിലാക്കി എടുക്കാനാണ് നമ്മൾ നോക്കുന്നത്. സൈക്ലിങ്ങും ട്രാക്കിങ്ങും ചേർന്ന് വരുന്ന ആ രണ്ട് വെൻ ഡയഗ്രംസ് ചേർന്ന് വരുന്ന ഏരിയ ഇത്രയും മാത്രമേ ഉള്ളൂ. പക്ഷെ അതെന്താണ്, റീഡിംഗ് കൂടെ പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതെടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ആൻസറിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് വെൻ ഡയഗ്രാം അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം എളുപ്പമുള്ള ടോപ്പിക്കാണ്. പക്ഷെ അങ്ങനെ എന്താ പറയുക, ഒരു മാർക്കിനൊക്കെ നമുക്ക് മാക്സിമം ചോദിച്ച് കാണാറുള്ളൂ. വളരെ റെയറായിട്ട് മാത്രമേ 2-3 മാർക്കിന് ചോദിക്കാറുള്ളൂ. പക്ഷേ ചോദിക്കുവാണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് എന്താണ് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ടോപ്പിക്കാണ് വെൻ ഡയഗ്രാം അനാലിസിസ് എന്ന് പറയുന്നത്. സിലോജിസമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്, പക്ഷേ കംപ്ലീറ്റ്ലി സിലോജിസായിട്ട് റിലേഷൻ ഇല്ല. നമ്മൾ അനാലിസിസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെൻ ഡയഗ്രാമിൽ നിന്നും അനാലിസിസ് ചെയ്ത് നമ്മൾ ആൻസറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ആദ്യം കണ്ട ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന വേർഡുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലിമിറ്റ് മനസ്സിലാക്കാൻ സാധിക്കണം. അത് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഒരുപാട് വേർഡുകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന വേർഡുകൾ നിങ്ങൾ കാണും. അപ്പോൾ ആ വേർഡുകൾ വരുമ്പോൾ എന്താണ് നമ്മൾ ഏത് വെൻ ഡയഗ്രാം ടൈപ്പ് വെൻ ഡയഗ്രാം ചൂസ് ചെയ്യാൻ നമുക്കൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സെയിം വേർഡുകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് ഒരുപാട് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് അനാലിസിസ് ആണ്. അത് നമ്മൾ ഒരു ഏരിയ മനസ്സിലാക്കി എടുക്കാൻ പറ്റണം. ആ കോമ്പിനേഷൻ വരുന്ന ഏരിയ നിങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആൻസറിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.